ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്. അപ്പോൾ എന്താണ് പൈപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ട്യൂബുലർ ഓർ ഹോളോ സെക്ഷൻ യൂസ്ഡ് ടു കൺവേ ഫ്ലൂയിഡ്സ്. ഒരു ഫ്ലൂയിഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബുലർ അല്ലെങ്കിൽ ഹോളോ സെക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈപ്പ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് പൈപ്പുകളുണ്ട്. അതായത് നമ്മൾ ഒരുപാട് യൂസേജുകളുണ്ട് പൈപ്പിന്. ഡൊമസ്റ്റിക് ആൻഡ് ഹോട്ട് വാട്ടർ സപ്ലൈസിൽ, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ്സിൽ, അതുപോലെ ഹൈ പ്രഷർ സ്റ്റീം സപ്ലൈസിൽ, ന്യൂമാറ്റിക് സിസ്റ്റംസിൽ, റെഫ്രിജറേഷൻ സിസ്റ്റംസിൽ, ഫ്യൂവൽ സിസ്റ്റംസിൽ, ലൂബ്രിക്കേഷൻ ഓയിൽ സപ്ലൈസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് പൈപ്പുകളും ഡിഫറെൻറ്റ് ടൈപ്പ് ട്യൂബുകളും നമ്മൾ വളരെയധികം ആപ്ലിക്കേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കോമൺ ടൈപ്പ് ഓഫ് പൈപ്സ്. അതായത് മെറ്റീരിയൽസിനനുസരിച്ചിട്ട് നമുക്ക് പൈപ്പിനെ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിനനുസരിച്ചിട്ട് നമുക്കതിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓരോ ടൈപ്പ് പൈപ്പിനും ഓരോ ടൈപ്പ് യൂസേജ് ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് കാസ്റ്റ് അയൺ പൈപ്പ്. ഇവിടെ മെറ്റീരിയൽ എന്തായിരിക്കും? കാസ്റ്റ് അയൺ ആയിരിക്കും. സാധാരണഗതിയിൽ സീവേജ് സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ പൈപ്പുകളാണ്. സീവേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ പൈപ്പാണ്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ അല്ലെങ്കിൽ SS പൈപ്പുകൾ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ ഹൈ കോസ്റ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? ഹൈ കോസ്റ്റ് പൈപ്പാണ്. കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പൈപ്പുകളാണ് എന്ത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളാണ്. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ കൂടുതലും ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളാണ്. SS 304, 316 അങ്ങനെ ഓരോ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളുണ്ട്. ഇതാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് GI പൈപ്പ്, അതായത് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. നമുക്കറിയാം, ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത് എന്താണ്? സിങ്ക് കോട്ടഡ്, റോട്ട് അയണിൽ സിങ്ക് കോട്ട് ചെയ്തിരിക്കുന്ന അയണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന പൈപ്പുകളാണ് എന്ത്? GI പൈപ്പുകൾ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകൾ. ഇനി നെക്സ്റ്റ് ടൈപ്പ് കോപ്പർ പൈപ്പുകൾ. കോപ്പർ പൈപ്പ് നമ്മൾ സാധാരണഗതിയിൽ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിൽ ഉപയോഗിക്കുന്നത് കോപ്പർ പൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് ഹൈലി കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് എന്ത്? കോപ്പർ എന്ന് പറയുന്നത്. ഹൈലി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ. അതുപോലെ ഡ്യൂറബിളും ആണ്. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, ഡ്യൂറബിളും ആണ് എന്ത്? കോപ്പർ പൈപ്പുകൾ. ഇതിൻ്റെ മറ്റൊരു യൂസേജ് HVAC സിസ്റ്റംസിൽ റെഫ്രിജറൻറ്റ് ലൈൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? കോപ്പർ പൈപ്പുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ AC-ൻ്റെയും അല്ലെങ്കിൽ HVAC സിസ്റ്റംസിലൊക്കെ ഈ റെഫ്രിജറൻറ്റ് പോകുന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോപ്പർ പൈപ്പുകൾ അല്ലെങ്കിൽ കോപ്പർ ട്യൂബുകളായിരിക്കും. അപ്പോൾ HVAC സിസ്റ്റംസിൽ റെഫ്രിജറൻറ്റ് ലൈൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? കോപ്പർ പൈപ്പുകളാണ്. ഇനി അടുത്തത് ബ്ലാക്ക് അയൺ പൈപ്പുകൾ. ബ്ലാക്ക് അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചീപ്പസ്റ്റ് ഫോം ഓഫ് അയൺ ആണ്. അതായത് പെട്ടെന്ന് തന്നെ കൊറോഡ് ചെയ്യുന്ന, വളരെ ക്വിക്കലി കൊറോഡ് ചെയ്യുന്ന ടൈപ്പ് അയൺ ആണ് എന്ത്? ഈ ബ്ലാക്ക് അയൺ പൈപ്പുകൾ എന്ന് പറയുന്നത്. ഗ്യാസ് പൈപ്പിലും ഗ്യാസ് പൈപ്പ് ലൈൻസിലെ ഫിറ്റിംഗ്സിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ബ്ലാക്ക് അയൺ പൈപ്പുകളാണ്. ഗ്യാസ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബ്ലാക്ക് അയൺ പൈപ്പുകളാണ്. ഇനി വരുന്നതാണ് PVC പൈപ്പുകൾ. PVC പൈപ്പ് പറയുമ്പോൾ എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് പൈപ്പുകൾ. നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് PVC പൈപ്പുകൾ. ഇതെന്താണ്? കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? PVC പൈപ്പുകൾ. കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് PVC പൈപ്പുകൾ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ കൊറോസീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്ത്? ഈ PVC എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, PVC പൈപ്പുകളിൽ നമ്മൾ പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അഡ്ഹസീവ്സ് ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നത്. ബാക്കി എല്ലാവരുടെയും ത്രെഡഡ് ഫോംസ് അല്ലെങ്കിൽ ഫ്ലാഞ്ചുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്താണ്? അഡ്ഹസീവ്സ് ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡിങ്ങിൻ്റെ ആവശ്യമില്ല. പൈപ്പുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് PVCയിൽ എന്തിൻ്റെ ആവശ്യമില്ല? ത്രെഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പൈപ്പ് സൈസിനെ പറ്റിയിട്ടാണ്. പൈപ്പ് സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നത് രണ്ട് നോൺ ഡയമെൻഷണൽ നമ്പറിൻ്റെ ടേംസിലാണ്. രണ്ട് നോൺ ഡയമെൻഷണൽ നമ്പറായിട്ടാണ് നമ്മൾ പൈപ്പ് സൈസ് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് പൈപ്പിൻ്റെ നോമിനൽ ഡയമീറ്റർ, ഒന്ന് പൈപ്പിൻ്റെ നോമിനൽ ഡയമീറ്റർ, മറ്റൊന്ന് പൈപ്പ് ഷെഡ്യൂൾ. ഇങ്ങനെ രണ്ട് നോൺ ഡയമെൻഷണൽ നമ്പറുകളാണ് പൈപ്പ് സൈസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? പൈപ്പിൻ്റെ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ ബോർ ഡയമീറ്ററും പൈപ്പിൻ്റെ ഷെഡ്യൂളുമാണ് പൈപ്പ് സൈസിനെ
സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പൈപ്പ് ഡയമീറ്റർ നമ്മൾ സാധാരണഗതിയിൽ പൈപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ് ഈ പൈപ്പ് ഡയമീറ്റർ, നോമിനൽ പൈപ്പ് ഡയമീറ്റർ. ഈ പൈപ്പ് സൈസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഒന്ന് അമേരിക്കൻ സ്റ്റാൻഡേർഡും മറ്റൊന്ന് യൂറോപ്യൻ സ്റ്റാൻഡേർഡും. ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ എല്ലാം എന്തായിരിക്കും? ഇമ്പീരിയർ യൂണിറ്റ്സിലായിരിക്കും. അതായത് ആൻസി അല്ലെങ്കിൽ ASME പോലെയുള്ള സ്റ്റാൻഡേർഡ്സ്, അതായത് ഇമ്പീരിയർ യൂണിറ്റ്സിൽ ഇഞ്ചസിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ പൈപ്പ് സൈസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ യൂറോപ്യൻ സിസ്റ്റംസിൽ മെട്രിക് യൂണിറ്റ്സിൽ, അതായത് മില്ലിമീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? പൈപ്പ് സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അതായത് പൈപ്പ് ഡയമീറ്റർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ പൈപ്പ് ഡയമീറ്റർ പറയുന്നത് നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ NPS, നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ നോമിനൽ ബോർ എന്ന ടേമിലാണ്. നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ നോമിനൽ ബോർ, ഇത്ര ഇഞ്ചസിൻ്റെ ടേംസിലായിരിക്കും അത് പറയുന്നുണ്ടാവുക, നോമിനൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ NPS. ഇനി യൂറോപ്യൻ സിസ്റ്റത്തിൽ പൈപ്പ് സൈസ് അല്ലെങ്കിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ പറയുന്നത് നോമിനൽ ഡയമീറ്ററിൻ്റെ ടേംസിലാണ്. DN എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോമിനൽ ഡയമീറ്ററിൻ്റെ ടേമിലാണ് നമ്മൾ യൂറോപ്യൻ സിസ്റ്റത്തിൽ പൈപ്പ് ഡയമീറ്റർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഡയമീറ്ററാണ്. ആദ്യത്തേത് 0.5 ഇഞ്ച്, അതായത് NPSൻ്റെ ടേംസിലാണെങ്കിൽ 0.5 ഇഞ്ച്, DNൻ്റെ ടേമിലാകുമ്പോൾ 15 mm. അങ്ങനെ ഉള്ള കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പൈപ്പ് ഡയമീറ്റേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ പൈപ്പ് ഡയമീറ്റർ നമ്മൾ രണ്ട് സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിലും യൂറോപ്യൻ സിസ്റ്റത്തിലും. അമേരിക്കൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ NPS, നോമിനൽ പൈപ്പ് സൈസിൻ്റെ ടേമിലും, യൂറോപ്യൻ സിസ്റ്റത്തിൽ നോമിനൽ ഡയമീറ്റർ എന്ന ടേമിൽ അല്ലെങ്കിൽ DN എന്നുള്ള ടേമിലുമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ പൈപ്പ് സൈസിൻ്റെ നോമിനൽ ബോറിൻ്റെ സൈസ്, അതായത് നോമിനൽ ബോറ് 14 ഇഞ്ച് ആൻഡ് എബോവ് ആണെങ്കിൽ, നോമിനൽ ബോറ് 14 ഇഞ്ച് ആൻഡ് എബോവ് ആണെങ്കിൽ ഈ ഔട്ട്സൈഡ് ഡയമീറ്ററും പൈപ്പിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും നോമിനൽ ബോറിൻ്റെ ഡയമീറ്ററും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൈപ്പിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും നോമിനൽ ബോറിൻ്റെ ഡയമീറ്ററും സെയിം ആയിരിക്കും. ഇതിൽ നോമിനൽ ബോർ ഡയമീറ്റർ അല്ലെങ്കിൽ 14 ഇഞ്ചസിലും കൂടുതൽ നോമിനൽ ബോർഡായുള്ള പൈപ്പുകളിൽ നോമിനൽ ബോർ ഡയമീറ്ററും ഔട്ട്സൈഡ് ഡയമീറ്ററും സെയിം ആയിരിക്കും. 12 ഇഞ്ചോ അതിന് താഴെയോ ഉള്ള പൈപ്പ് സൈസിൽ, നോമിനൽ ബോറിൻ്റെ 12 ഇഞ്ചോ അതിൽ താഴെയോ ഉള്ള പൈപ്പ് സൈസിൽ എന്തായിരിക്കും? നോമിനൽ ബോർ ഡയമീറ്ററും ഔട്ട്സൈഡ് ഡയമീറ്ററും പൈപ്പിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പൈപ്പ് ഷെഡ്യൂൾ. നമ്മൾ പറഞ്ഞു പൈപ്പ് സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോമിനൽ ഡയമീറ്റർ ആൻഡ് പൈപ്പ് ഷെഡ്യൂളിൻ്റെ ടേമിലാണ്. അപ്പോൾ അടുത്തത് പൈപ്പ് ഷെഡ്യൂൾ. എന്താണ് ഈ പൈപ്പ് ഷെഡ്യൂൾ എന്നുള്ള നമ്പർ എക്സ്പ്രസ് ചെയ്യുന്നത്? പൈപ്പ് ഷെഡ്യൂള് പൈപ്പിൻ്റെ വാൾ തിക്നെസ്സിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പൈപ്പ് ഷെഡ്യൂൾ ഒരു പെർട്ടിക്കുലർ നമ്പർ ആയിരിക്കും. അത് എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത്? പൈപ്പിൻ്റെ വാൾ തിക്നെസ്സിനെയാണ്. ഈ വാൾ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പൈപ്പിൻ്റെ എന്ത് കൂടും? മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഈ ഷെഡ്യൂൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, അതായത് ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പൈപ്പിൻ്റെ വാളിൻ്റെ തിക്നെസ്സും ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ ഈ തന്നിരിക്കുന്നത് കോമൺ ആയിട്ട് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഷെഡ്യൂളാണ്. 5S, 10S, 10, 20, 30 അങ്ങനെ XX, അതുപോലെ 160 ഇത്ര വരെ കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഷെഡ്യൂളുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഷെഡ്യൂളുകളാണ്. ഇതിൽ ഈ ഷെഡ്യൂൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, അതായത് 10ൽ നിന്ന് 20ലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പൈപ്പിൻ്റെ വാൾ തിക്നെസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. വാൾ തിക്നെസ് ഇൻക്രീസസ് വിത്ത് ഷെഡ്യൂൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പൈപ്പിൻ്റെ വാൾ തിക്നെസ്സും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പൈപ്പ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അത് പൈപ്പിൻ്റെ വാൾ തിക്നെസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈപ്പ് മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ടാണ്. മാനുഫാക്ചറിങ്ങിനനുസരിച്ചിട്ട് പൈപ്പിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സീംലെസ് പൈപ്പുകളും വെൽഡഡ് പൈപ്പുകളും. സീംലെസ് പൈപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത്. വെൽഡഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളൊരു പ്ലേറ്റിനെ കർവ് ചെയ്ത് അതിനെ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് പൈപ്പാക്കുന്നതിനെയാണ് നമ്മൾ വെൽഡഡ് പൈപ്പുകൾ എന്ന് പറയുന്നത്. അതായത് അതിനെ വെൽഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? അതൊരു പൈപ്പ് ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ
സീം വെൽഡും ഉണ്ട്. സ്പൈറൽ വെൽഡിലും എന്ത് ചെയ്യാം, പൈപ്പിനെ നമുക്ക് ഫോം ചെയ്യാം. കോയിലോ അല്ലെങ്കിൽ ഷീറ്റിനെയോ കർവ് ചെയ്ത് ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ട്, ഷീറ്റ് ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് കർവ് ചെയ്ത് ബെൻഡ് ചെയ്ത് വെൽഡ് ചെയ്ത് പൈപ്പായി മാറ്റുന്നതാണ് എന്ത്, വെൽഡഡ് പൈപ്പുകൾ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത്, ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സീംലെസ് പൈപ്പാണ്. ഇതെന്താണ്, ഒരു റോൾഡ് വെൽഡഡ് പൈപ്പാണ്. ഇതൊരു സ്പൈറൽ വെൽഡ് പൈപ്പാണ്. ഇനി നമ്മൾ പറഞ്ഞു പൈപ്പിനെ നമുക്ക് സീംലെസ് പൈപ്പ് എന്നും വെൽഡഡ് പൈപ്പ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ സീംലെസ് പൈപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ബില്ലറ്റിനെ സെൻറ്ററിലൂടെ പിയേഴ്സ് ചെയ്തിട്ട്, സെൻറ്ററിലൂടെ ഒരു പ്ലഗ് ഉപയോഗിച്ചിട്ട് പിയേഴ്സ് ചെയ്ത് ത്രൂ ഔട്ട് ലെങ്ത്തിൽ, നമുക്ക് ഡിസൈഡ് ലെങ്ത്തിലേക്ക് റോൾ ചെയ്ത് അല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ടാണ് ഈ സീംലെസ് പൈപ്പ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ്, ഒരു ബില്ലറ്റിനെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ പിയേഴ്സ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ലെങ്ത്തിലേക്ക് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ടോ ആണ് ഈ ഒരു സീംലെസ് പൈപ്പ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു റോളിങ്, ഒരു സെൻറ്ററിൽ ഒരു ഹോൾ പിയേഴ്സ് ചെയ്ത് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ടൈപ്പ് പൈപ്പാണ് എന്ത്, ഈ സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് എന്തായിരിക്കും, പൈപ്പ് ത്രൂ ഔട്ട് ഹോമോജീനിയസ് സ്ട്രക്ചർ ആയിരിക്കും. ത്രൂ ഔട്ട് പൈപ്പ് ലെങ്ത്തിൽ ഹോമോജീനിയസ് സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റ് പൈപ്പാണ് ഈ സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത്. ഹൈ പ്രഷർ ഒക്കെ ബിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പൈപ്പാണ് എന്ത്, ഈ സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്താണ്, കൂടുതലാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പ് മാനുഫാക്ചറിങ് ആണ് എന്തിന്, സീംലെസ് പൈപ്പ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്. കൂടാതെ ഈ സീംലെസ് പൈപ്പുകൾ നമ്മൾ സ്മോൾ ഡയമീറ്റർ പൈപ്പുകൾക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ. ലാർജ് ഡയമീറ്റർ പൈപ്പുകളാകുമ്പോൾ ഈ സീംലെസ് പൈപ്പുകൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഹൈ പ്രഷർ റേറ്റിംഗ് അല്ലെങ്കിൽ ഹൈ പ്രഷർ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആണ് എന്ത്, സീംലെസ് പൈപ്പിൻ്റെത്. ഇനി നെക്സ്റ്റ് വെൽഡഡ് പൈപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു പ്ലേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് കോയിൽ നിന്നൊക്കെയാണ്. ഇവിടെ ഈ പ്ലേറ്റിന് അല്ലെങ്കിൽ കോയിലിനെ ഒരു പ്ലേറ്റ് ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് സർക്കുലർ സെക്ഷൻ ഫോമിലേക്ക് റോൾ ചെയ്തെടുക്കുന്നു. ഒരു സർക്കുലർ സെക്ഷൻ്റെ ഫോമിലേക്ക് എന്ത് ചെയ്യുന്നു, റോൾ ചെയ്യുന്നു. അതിനുശേഷം എൻഡുകൾ വെൽഡ് ചെയ്തിട്ടാണ് വെൽഡഡ് പൈപ്പ് ഫോം ചെയ്യുന്നത്. ഒരു പ്ലേറ്റിനെ ഒരു സർക്കുലർ സെക്ഷനിലേക്ക് റോൾ ചെയ്ത് എൻഡുകൾ വെൽഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പൈപ്പുകളാണെന്ത്, വെൽഡഡ് പൈപ്പുകൾ എന്ന് പറയുന്നത്. വെൽഡിങ് ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന വെൽഡിങ്ങോ അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാത്ത വെൽഡിങ്ങോ ആവാം. അപ്പോൾ ഇങ്ങനെ വെൽഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഏത് സൈസിലുള്ള പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതായത് ലാർജ് സൈസ് മാനുഫാക്ചറിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ്, ലാർജ് സൈസ് ഉള്ള പൈപ്പുകൾ മാനുഫാക്ചർ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. അല്ലെങ്കിൽ വെൽഡഡ് പൈപ്പിനെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനുഫാക്ചർ ചെയ്യാം. അപ്പർ സൈസിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മൾ സീംലെസ് പൈപ്പിൻ്റെ കേസിൽ പറഞ്ഞു എന്താണ്, അത് കമ്പാരിറ്റീവ്ലി സ്മോൾ ഡയമീറ്റർ പൈപ്പുകൾ ഫോം ചെയ്യാനാണ് സ്യൂട്ടബിൾ. ഇനി നമ്മൾ പൈപ്പ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് വെൽഡിംഗ് മെത്തേഡാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്, ഇലക്ട്രിക് ഫ്യൂഷൻ വെൽഡിങ്, ഹൈ ഫ്രീക്വൻസി വെൽഡിങ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ഇതാണ് കോമൺ ആയിട്ട് പൈപ്പ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വെൽഡിംഗ് ടെക്നിക്സ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്, ഇലക്ട്രിക് ഫ്യൂഷൻ വെൽഡിങ്, ഹൈ ഫ്രീക്വൻസി വെൽഡിങ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് കളർ കോഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇൻഡസ്ട്രീസിലൊക്കെ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് പാസ് ചെയ്യുന്ന ഒരുപാട് ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ ലൈനുകളൊക്കെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കളർ കോഡുകളുണ്ട്. ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പ്ലംബേഴ്സിനൊക്കെ അവരുടെ വർക്ക് എളുപ്പമാക്കാനും വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് കളർ കോഡ്സ് ഉണ്ട്. ആ കളർ കോഡ്സിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. ആദ്യത്തേത് ഫ്ലെയിമബിൾ ആൻഡ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലൂയിഡ്. ഫ്ലെയിമബിളോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ്ങോ ആയിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പൈപ്പുകളെ നമ്മൾ ബ്ലാക്ക് ടെക്സ്റ്റ് ഓൺ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒരു പൈപ്പിലൂടെ ഫ്ലെയിമബിൾ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ വേപ്പേഴ്സോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റോ അങ്ങനെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ ബ്ലാക്ക് ടെക്സ്റ്റ് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അത് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അതൊരു ഫ്ലെയിമബിൾ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ്. ബ്ലാക്ക് ഓൺ യെല്ലോ ആണെങ്കിൽ അത് ഫ്ലെയിമബിൾ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ്. ഇനി കമ്പസ്റ്റൻ ലിക്വിഡ്സ്, അതായത് കമ്പസ്റ്റൻ ചെയ്യുന്ന ഇഗ്നൈറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ഹീറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഹീറ്റ് സോഴ്സിൽ ഫ്ലെയിമബിൾ ആകുന്ന, സാധാരണഗതിയിൽ നോൺ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഹീറ്റ് സോഴ്സിൻ്റെ കേസിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ വൈറ്റ് ടെക്സ്റ്റ് ഓൺ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. വൈറ്റ് ടെക്സ്റ്റ് ഓൺ
ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? കമ്പസ്റ്റബിൾ ഫ്ലൂയിഡ് ആയിരിക്കും. വൈറ്റ് ഓൺ ബ്രൗൺ കമ്പസ്റ്റബിൾ ഫ്ലൂയിഡ്, അത് ഓർത്ത് വെക്കുക. ഇനി ടോക്സിക് അല്ലെങ്കിൽ കൊറോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ, കൊറോസീവോ ടോക്സിക്കോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ടെസ്റ്റ് വിത്ത് എൻ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അതൊരു കൊറോസീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പൈപ്പ് ലൈനാണ്. ബ്ലാക്ക് ഓൺ ഓറഞ്ച് ആണെങ്കിൽ എന്താണ്? ടോക്സിക് ആൻഡ് കൊറോസീവ് ഫ്ലൂയിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ബ്ലാക്ക് ഓൺ ഓറഞ്ച്. ഇനി നെക്സ്റ്റ് ഫയർ കൊഞ്ചിങ് ലിക്വിഡ്സ്, അതായത് വാട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫയർ സപ്രസ് ചെയ്യുന്ന, തീ കെടുത്തുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള വേപ്പേഴ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് ടെക്സ്റ്റ് ഓൺ റെഡ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. വൈറ്റ് ഓൺ റെഡ് ആണെങ്കിൽ, വൈറ്റ് ഓൺ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊരു ഫയർ കൊഞ്ചിങ് ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ്, വൈറ്റ് ഓൺ റെഡ്. ഇനി അതർ വാട്ടർ, നമ്മൾ ഇപ്പോൾ ഫയർ കൊഞ്ചിങ് വാട്ടർ ആണെങ്കിൽ നമ്മൾ വൈറ്റ് ഓൺ റെഡിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതർ വാട്ടർ, അതായത് നമ്മൾ ബാക്കിയുള്ള യൂസുകൾക്ക് യൂസ് ചെയ്യുന്ന ബോയിലർ വാട്ടർ അല്ലെങ്കിൽ പോർട്ടബിൾ കൂളിംഗ് വാട്ടർ, അങ്ങനെ അതർ ടൈപ്പ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ലൈനുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൈപ്പുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് ടെക്സ്റ്റ് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. വൈറ്റ് ഓൺ ഗ്രീൻ ആണെങ്കിൽ എന്താണ്? പോർട്ടബിൾ അല്ലെങ്കിൽ കൂളിംഗ് അല്ലെങ്കിൽ ബോയിലർ വാട്ടർ അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് വാട്ടേഴ്സിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റ് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി കംപ്രസ്ഡ് എയർ, പ്രഷറൈസ്ഡ് ഉള്ള എയർ ആണെങ്കിൽ, പ്രഷറൈസ്ഡ് ഗ്യാസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ്. വൈറ്റ് ഓൺ ബ്ലൂ ആണെങ്കിൽ എന്താണ്? കംപ്രസ്ഡ് എയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനാണ്, വൈറ്റ് ഓൺ ബ്ലൂ. ഇത് കൂടാതെ വൈറ്റ് ഓൺ പർപ്പിൾ, ബ്ലാക്ക് ഓൺ വൈറ്റ്, വൈറ്റ് ഓൺ ഗ്രേ, വൈറ്റ് ഓൺ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. ഇതൊക്കെ യൂസർ ഡിഫൈൻഡ് ആണ്. നമുക്കതിന് നമ്മുടെ യൂസറിന് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡേർഡ് കളർ കോഡാണ് വൈറ്റ് ഓൺ പർപ്പിൾ, ബ്ലാക്ക് ഓൺ വൈറ്റ്, വൈറ്റ് ഓൺ ഗ്രേ, അതുപോലെ വൈറ്റ് ഓൺ ബ്ലാക്ക് ഒക്കെ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വൈറ്റ് ഓൺ റെഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഫയർ കൊഞ്ചിങ് ഫ്ലൂയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫയർ കൊഞ്ചിങ് വാട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് ഓൺ റെഡ് കളറിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ഓൺ ഓറഞ്ച് ആണെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ കൊറോസീവ് ഫ്ലൂയിഡ്സ് ആയിരിക്കും. ബ്ലാക്ക് ഓൺ യെല്ലോ ആണെങ്കിൽ ഫ്ലെയിമബിൾ ഫ്ലൂയിഡ് ആയിരിക്കും. വൈറ്റ് ഓൺ ബ്രൗൺ ആണെങ്കിൽ കമ്പസ്റ്റബിൾ ഫ്ലൂയിഡ് ആയിരിക്കും. അതുപോലെ വൈറ്റ് ഓൺ ഗ്രീൻ ആണെങ്കിൽ അതർ ടൈപ്പ് ഓഫ് വാട്ടർ, പോർട്ടബിൾ അല്ലെങ്കിൽ കൂളിംഗ് അല്ലെങ്കിൽ ബോയിലർ വാട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റ് ഓൺ ഗ്രീനിൽ റെപ്രസെൻ്റ് ചെയ്യാം. വൈറ്റ് ഓൺ ബ്ലൂ ആണെങ്കിൽ കംപ്രസ്ഡ് എയർ, കംപ്രസ്ഡ് എയറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈറ്റ് ഓൺ ബ്ലൂവിലാണ് കംപ്രസ്ഡ് എയർ ലൈനിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളർ കോഡുകൾ.